ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ പറയുക രാത്രി ചെയ്യാറുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ഷോർട്സിൽ ഇട്ടിരുന്നു. ഞാൻ മറ്റേ പാർട്ട് 1 വീഡിയോ ചെയ്ത് അത് ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ആ ബാഗിലേക്ക് എടുത്ത് വെച്ച് പിന്നെ എൻ്റെ പൗച്ചിലേക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യം തന്നെ ഞാൻ എൻ്റെ പെൻസിലാണ് കേട്ടോ വെക്കാറ്. ഇതാണ് എൻ്റെ പെൻസിൽ. ഞാൻ അപ്സറയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. എൻ്റെ കൂടെ ഞാനൊരു മൂടി ഉണ്ടാക്കിയിട്ട് നെയിം സ്ലിപ്പ് വെച്ചിട്ട് നെയിം സ്ലിപ്പ് അങ്ങനെ ഇതിൻ്റെ നടുക്ക് വെച്ച് ചുരുട്ടി എന്നിട്ട് ഞാൻ എന്ത് ചെയ്താൽ അങ്ങനെ പതി ഉണ്ടാക്കി. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് കാണിച്ചു തന്നെ. അത് കഴിഞ്ഞിട്ട് ഒരു പെൻസിലാണ് കേട്ടോ. എൻ്റെ വേറൊരു ഫ്രണ്ട് എനിക്കൊരു പെൻസിൽ തന്നു. പിന്നെ എനിക്കൊരു റബ്ബർ ടച്ചടുപ്പ്. ഞാനപ്പോൾ അത് കിട്ടി റബ്ബർ. എൻ്റെ ഫേവറേറ്റ് റബ്ബറാണ് ടപ്സറ. പിന്നെ എൻ്റെ കയ്യിലൊരു പേന പെൻസിലുണ്ട്. പേന പെൻസിൽ ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ സ്കൂളിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേന പെൻസിൽ ഞാൻ വീട്ടിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഈ 2 പെൻസിലെടുത്ത് വെക്കാൻ പോവാണ്. എന്നിട്ട് പിന്നെ വലിയ സ്കെയിലുണ്ട്. സ്കെയിലൊക്കെ പുറത്തുള്ളവരെ അതെടുക്കാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ട് അതെടുത്ത് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ സ്കെയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഈ 3 ഐറ്റംസാണ് കേട്ടോ കൊണ്ടുപോകാറ്. പണ്ട് കുറേ പെൻസിൽ കൊണ്ടുപോയിരുന്നു. ഒരു 3, 4, 5 പെൻസിലെങ്കിലും ഞാൻ കൊണ്ടുപോയിരുന്നു സ്കൂളിൽ. അപ്പോൾ ഒരു വലിയ ബോക്സ് ഉണ്ട് കാൽക്കുലേറ്ററിൻ്റെ. അപ്പോൾ ആ ബോക്സിലാണ് ഞാൻ കൊണ്ടുപോകാറ്. അതിന് മുമ്പ് എനിക്കൊരു പൗച്ചുണ്ട് യൂണിക്കോണിൻ്റെ. ആ പൗച്ചിൻ്റെ സിപ്പൊക്കെ കിട്ടും. ഇന്നലെയോ എന്നങ്ങാണ് ഞാൻ ബാൻഡിൻ്റെ സിപ്പില്ല ഇത് പൊട്ടിക്കിടക്കണം. ഞാൻ ടൈം ടേബിൾ എടുത്ത് വയ്ക്കാൻ വേണ്ടി എനിക്ക് ആ യൂണിക്കോണിൻ്റെ പൗച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതല്ല കേട്ടോ, വേറെ ഉണ്ട് യൂണിക്കോണിൻ്റെ. അപ്പോൾ അത് ഇതാക്കിയപ്പോഴാണ് കേട്ടോ ഗൈസ് ഞാൻ ഇത് കാണാനത്തെ വിചാരിച്ചത്. അപ്പോൾ ഈ നമ്മുടെ പെൻസിൽ ഐറ്റംസൊക്കെ നമ്മൾ എടുത്ത് വെച്ചു. ബുക്ക് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചു. ബട്ട് ഇതാണ് ഗൈസിൻ്റെ ബാഗ്. അപ്പം നേരത്തെ വീഡിയോയിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വേറെ ബാഗായിരുന്നു ചേർന്ന്. ഈ ഞാൻ വേറെ ബാഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കുറേ ബുക്ക് കൊണ്ടുപോകണ്ടായിരുന്നു. ബട്ട് ഇന്ന് അങ്ങനെയല്ലല്ലോ. ഈ പ്രാവശ്യം ഇത്തിരി ബുക്ക് മറ്റേ ഇതൊക്കെ മിസ്സ് വാങ്ങിച്ചെടുക്കുന്നു. ഈ ബുക്കൊക്കെ അവിടെ തന്നെ വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പഠിക്കാനൊക്കെ ഉണ്ടാവും. അതാരം ഞങ്ങളുടെ മിസ്സ് അവിടെ വെക്കുക. അല്ല, പഠിക്കാനുള്ള സമയത്ത് മാത്രമേ ഞങ്ങളിങ്ങനെ തുറന്നിടും. അല്ല സമയത്തൊക്കെ ഞങ്ങൾ അവിടെ വെക്കും. ബട്ട് ഞങ്ങൾക്ക് സൂത്രം കാണിച്ചിട്ട് ഗൈസ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ് ആണ് കേട്ടോ എടുത്തത്. കണ്ടു ഗൈസ്, ഇതാണ് എൻ്റെ കീബോർഡ്. കണ്ടോ, ഒരു സ്റ്റിക്കറാണെന്നറിയാം എൻ്റെ കീബോർഡിൽ. കണ്ടോ, മൂഡിലൊക്കെ കുറേ ഉണ്ട്. താഴത്ത് വലിയ സ്റ്റിക്കറാണ്. ഇനിയും കുറേ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ട് വേണം അങ്ങനെ ഒട്ടിക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പൊളിക്കും, ഞാൻ അവിടെ സൂക്ഷിച്ചു വെക്കും കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഗ്രീനുണ്ട്, പേർപ്പിളുണ്ട്, പർപ്പിളുണ്ട്. ഞാൻ ഏത് ചീത്തയായാലും നോക്കൂല, ഞാൻ താഴ്ത്തുകയാണല്ലോ സൂക്ഷിക്കൂട്ടോ. പർപ്പിൾ ഉണ്ടായിരുന്നത് എവിടെയെങ്ങാണ്ടൊക്കെയാണ്. പിന്നെ എനിക്ക് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അടുക്കളയിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ വെച്ചിട്ട് ഹാളിലൊക്കെ വെക്കുന്ന അരിയിലൊക്കെ വരുമ്പോൾ കാണും നമ്മൾ കുത്തിവരെ ഇടും. അപ്പോൾ അടുക്കളയിൽ വെക്കുകയാണെങ്കിൽ ആരും കാണില്ല. കുഞ്ഞു പിള്ളേർ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങളല്ലേ കളിക്കുള്ളൂ. അതാരും ഞാൻ എന്ത് ചെയ്യും, കളിപ്പാട്ടങ്ങൾ മാത്രം. എൻ്റെ കിച്ചൺസ് ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ മാത്രം മുകളിലൊക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കളിപ്പാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആവശ്യമുണ്ട്, മെയിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് മുകളിൽ പോകാത്ത ആവശ്യത്തേക്ക് വരില്ലേ, ആ സമയത്തൊക്കെ കളിക്കാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ
വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ആ സമയം നിങ്ങൾ കണ്ടാതിട്ടത് തുറക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കുട നിങ്ങൾക്ക് കാണിച്ചു. എൻ്റെ നീറ്റിയുടെ കുടയും കാണിച്ചു. എൻ്റെ കുട ലാസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ അനിയത്തിയുടെ കുട നിങ്ങൾ നോക്കുന്നു. എത്രയുള്ള കുടയാണ് കേട്ടോ. എനിക്ക് പറഞ്ഞിട്ടൊരാവശ്യമില്ല കേട്ടോ. ബാക്കിലേക്ക് വന്നായിരുന്നു. പറഞ്ഞിട്ടൊരാവശ്യമില്ല. അനിയത്തിക്ക് എനിക്കൊരു കുടയുണ്ട്, അതാണ് ഈ കുട. ആ കുട കാണുന്ന നീനു എൻ്റെ അനിയത്തി സൈനുമാണെങ്കിൽ നീനുമാണെങ്കിൽ ഞാൻ വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ കുടയും കുറച്ചായാലും ചിളക്കും. അപ്പം ഉമ്മ പറഞ്ഞ് നമുക്ക് വേറെ കുട സൈനിന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ എനിക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഷേപ്പ് വാങ്ങാൻ പോയപ്പോൾ ഈ കുട കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മി പറഞ്ഞ കുട ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പം വീക്കം തന്നെ ഇത് എടുത്ത് പിന്നെ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കളർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അത് രസം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കുട ഇതായിട്ട് ഗൈസ്, നല്ല വലിയ കുടയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കുടയുണ്ട് ഞാൻ. എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക് കുടയുണ്ട് ഞാൻ മതി. കണ്ടെന്നല്ലേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുട. എൻ്റെ അടുക്ക് ഇത്തിരി ഇതൊക്കെ ഉണ്ടെന്നുള്ളൂ, പിക്ചേഴ്സൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇതിലൊക്കെ ഒരു 5, 6, 7 പേർക്കൊക്കെ കയറാൻ പറ്റും കേട്ടോ. മടക്കാനും ഇത്തിരി പാടാൻ പറയും. തുറക്കുമ്പോൾ പിന്നെ എനിക്കിത് സ്വിച്ച് ഉണ്ടാകും പിടിച്ച് നയിക്കാം, അത്രേ ഉള്ളൂല്ലോ. അതേപോലെ എല്ലാം എടുക്കും അങ്ങനെ പാടാം. ഇവളുടെ അത്രയും പാടുന്നില്ല, സാധാ കൂടെ തുറക്കുന്ന പോലെ തന്നെ. ഇതിനടക്കണേനോ കുഴപ്പമില്ല, ഇതിനടക്കണേനോ കുഴപ്പം. ഇങ്ങനെ നമ്മൾ തുറക്കുന്നു. അപ്പോൾ ഈ സാധനം കണ്ടില്ലേ, കത്തി പോലത്തെ, അതിമ്മ പിടിച്ച് നെക്കിയാലാണ് പിന്നെ താഴോട് കണ്ട. അല്ലാണ്ട് താഴത്തെ ഞാൻ ദൂരം നോക്കി വെക്കുന്ന ഇത് സാധനം കണ്ട, ഇത് കണ്ട നിങ്ങളുടെ കുർത്തി കണ്ട് പിടിച്ച് വെക്കുമ്പോൾ ഈ സാധനം അങ്ങോട്ട് താഴ്ന്ന അല്ലേ, നമ്മളിങ്ങനെ അങ്ങോട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എന്ന് വെച്ചാൽ ഞാൻ അതാണ് ഇത്ര സിമ്പിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കഴിയുകയാണ്. ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ബൈ.